അല്ല മക്കളെ, വർക്കൗട്ട് കഴിഞ്ഞ പാടന്നെ വീട്ടിലേക്ക് ഓടാനുള്ള തിരക്കായിരിക്കില്ലേ എല്ലാവർക്കും? സ്ട്രെച്ചിങ് ഒന്നും വേണ്ടല്ലോ അല്ലേ? എന്നാലേ സ്ട്രെച്ചിങ് നമ്മളെ വാമപ്പ് പോലെ തന്നെ അത്രക്കാരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വർക്കൗട്ട് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ സ്ട്രെച്ചിങ്ങും നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ വീഡിയോ ലെങ്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാം ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ സൈഡും നിങ്ങൾ 15 സെക്കൻഡെങ്കിലും മിനിമം ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കും, അതായിരിക്കും എല്ലാവർക്കും മടിയാണ് സ്ട്രെച്ചിങ് ചെയ്യാൻ പറഞ്ഞാൽ. കുഴപ്പമില്ല, അത് ആവശ്യമില്ല, ആ രീതിയിലാണ് പലരും പറയാറ്. ഈവൻ എൻ്റെ ക്ലയൻസ് പോലും പറയാറുണ്ട് സ്ട്രെച്ചിങ് ഒന്നും വേണ്ട, അത് ഓക്കെയാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രെച്ചിങ്, കാരണം അവർക്കറിയാം അത് കഴിഞ്ഞാലുള്ള റിലീഫ് എത്രത്തോളമാണ്. അപ്പോൾ നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ വാമപ്പ് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്ട്രെച്ചിങ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഒരു വർക്കൗട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കിത് കാണുന്ന എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഏതാണോ മസിൽ ഗ്രൂപ്പിനെ വർക്കൗട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് എങ്കിലും ചെയ്തിട്ട് വേണം നിങ്ങളുടെ വർക്കൗട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തിനൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ? അഥവാ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതൊക്കെ മസിൽ ഗ്രൂപ്പിനുള്ളതാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് വർക്കൗട്ടിന് ശേഷം ചെയ്യേണ്ടത്, ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് വർക്കൗട്ടിന് മുന്നേ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് സേഫായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.